തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ജീവിതത്തിൽ പലവിധ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവരാണ് നമ്മളൊക്കെ. ചിലരൊക്കെ പറയാറുണ്ട്, അച്ഛാ, ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്, ഇനി എന്തു ചെയ്യണമെന്ന് എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയുമില്ല, അത്രമേൽ പ്രതിബന്ധമാണ്, ജീവിതം മുഴുവൻ തടസ്സമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതെങ്കിലും തടസ്സങ്ങളിൽപ്പെട്ട് അസ്വസ്ഥമായ മനസ്സോടുകൂടിയാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ അസ്വസ്ഥതയ്ക്കുമേൽ, നിൻ്റെ പ്രതിബന്ധങ്ങൾക്കുമേൽ അതിശക്തമായ അഭിഷേകം നൽകാൻ ആഗ്രഹിക്കുകയാണ്. അതിന് പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്നത് ഒരു വചനമാണ്. യെശയ്യായുടെ പ്രവചനം 22-ാം അധ്യായം 22-ാം തിരുവചനം. സാധിക്കുന്നവർ ആ ബൈബിളൊക്കെ തുറന്ന് ഈ വചനം കാണാതെ പഠിച്ച് അഭിഷേകം പ്രാപിക്കാം. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 22 വേർഡ്സ് 22. വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. യെശയ്യായുടെ പ്രവചനം 22-ാം അധ്യായം 22-ാം തിരുവചനം. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 22 വേർഡ്സ് 22. I will place on his shoulder the key of the house of David. He shall open and no one shall shut. He shall shut and no one shall open. പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്തു നൽകുന്ന അതിശക്തമായ വചനം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലർക്കും ഈ വചനം കാണാതെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി പഠിച്ചിട്ടില്ലാത്തവർ ഈ സമയം തന്നെ ഈ വചനം കാണാതെ പഠിക്കുക. എന്നിട്ട് നമ്മളോട് തന്നെ ഈ വചനം പറയുക: ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനിൽ പറഞ്ഞിരിക്കുന്ന ഈ വചനം വെളിപാട് പുസ്തകം, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേർഡ് 7. അതിൽ വെളിപാട് പുസ്തകം എഴുതിയ യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറയുന്നു: ഫിലാദെൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഈ വചനത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വചനം എന്താ പറയുന്നത്? ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ. ദാവീദ് ഭവനം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത. ഇസ്രായേൽ ജനതയുടെ അനുഗ്രഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ എന്ന് പറഞ്ഞാൽ യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. യേശുവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. പിതാവായ ദൈവം അനുഗ്രഹത്തിൻ്റെ വാതിലുമായി, അനുഗ്രഹത്തിൻ്റെ കൃപയായി യേശുവിനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. എന്താ? ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ. താക്കോൽ. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? യേശുവിൻ്റെ കയ്യിലാണ്. താക്കോൽ. താക്കോൽ അല്ലേ? താക്കോൽ എന്തിനെ സൂചിപ്പിക്കുന്നു? താക്കോൽ അധികാരത്തെ സൂചിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ പത്രോസ്ലിഹായുടെയൊക്കെ ചിത്രം കാണുമ്പോൾ പത്രോസിൻ്റെ കയ്യിൽ എപ്പോഴും എന്തുണ്ട്? അതാ ചങ്ങല പോലെ കുറച്ച് താക്കോലുകൾ കയ്യിലുണ്ട്. താക്കോല്, തിരുസഭയുടെ നേതൃത്വം, അധികാരം ഏൽപ്പിച്ചിരിക്കുന്ന പത്രോസ്. അപ്പോൾ താക്കോല്
അധികാരത്തിൻ്റെ അടയാളമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബത്തിൽ അവിടെ മകളും അമ്മയും തമ്മിൽ യുദ്ധം. മകളെന്ന് പറഞ്ഞാൽ മകൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മയാണ്. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഭയങ്കര യുദ്ധം. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി എന്നെ അവിടെ അവരുടെ വീട്ടിൽ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ മരുമകൾ കെട്ടി വന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. സാമ്പത്തികമായി നല്ല ശേഷിയുള്ള പുരാതനമായൊരു കുടുംബമാണ്. അവരുടെ വീട് വലിയൊരു വീടാണ്. അവരുടെ വീട്ടിൽ അപ്പൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ഇപ്പോൾ ഈ അമ്മയാണ് ആ വീട് മുഴുവൻ ഭരിക്കുന്നത്. ചട്ടയും മുണ്ടൊക്കെ ഉടുത്ത നല്ലൊരു അമ്മച്ചിയാണ് കുടുംബനാഥ. ആ കുടുംബത്തിൻ്റെ അമ്മ, ഈ മരുമകളുടെ അമ്മായിയമ്മ. പ്രിയപ്പെട്ടവരെ, ഇവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പല കാര്യങ്ങളിലും ഈ വന്ന മരുമകളെ ഈ അമ്മ അടുപ്പിക്കുകയില്ല. പല കാര്യങ്ങളിലും അടുക്കളയൊക്കെ പൂട്ടി എപ്പോഴും താക്കോല് ഇതാ അരക്കെട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ അമ്മയുടെ നടപ്പ്. പലതും, അടുക്കള മാത്രമല്ല, പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളും എപ്പോഴും പൂട്ടി താക്കോല് ഈ അമ്മയുടെ കയ്യിലാണ്. അപ്പോൾ ഈ മകള് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഞാൻ ഈ വീട്ടിലേക്ക് വന്നല്ലോ, ഇനി ഞാൻ ഈ വീട് ഭരിക്കാം, ഞാൻ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താം, അമ്മ വിശ്രമിക്ക്, അമ്മ ആ താക്കോലൊക്കെ ഇങ്ങോട്ട് തന്നേ. പക്ഷേ ഈ അമ്മ പറയുന്നത് പറ്റില്ല, ഞാൻ ഈ താക്കോല് തരാതെ തന്നെ നീ എന്നെ ഭരിക്കുകയാണ്. ഇനി ഈ താക്കോലും കൂടെ തന്നു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പവറും അധികാരവും പോകും, പിന്നെ നീ എന്നെ ഭരിക്കാൻ തുടങ്ങും, അതെനിക്കിഷ്ടമല്ല, താക്കോൽ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അധികാരം. അപ്പോൾ വചനം എന്താ പറയുന്നത്? ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ, അധികാരത്തിൻ്റെ താക്കോൽ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എല്ലാ പൂട്ടും തുറക്കുന്ന, എല്ലാം പൂട്ടാൻ സാധിക്കുന്ന താക്കോൽ, സകല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും താക്കോൽ യേശുവിൻ്റെ കയ്യിലാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ ഈ വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞല്ലോ, വഴിമുട്ടി നിൽക്കുകയാണ്, മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, ഒരു വഴി തുറക്കപ്പെടുന്നില്ല. ആര് വേണം തുറക്കാൻ? യേശു വേണം നമ്മുടെ വഴി തുറക്കാൻ. ഇതാ വചനം പഠിപ്പിക്കുന്നു, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലോ ആർക്കും തുറക്കാനും പറ്റില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വഴി തുറക്കുന്നതും അടയ്ക്കുന്നതും ആരാണ്? ഇതാ വചനം പഠിപ്പിക്കുന്നു, സർവശക്തനായ ദൈവമാണ്. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന നമ്മളൊക്കെ എന്തു ചെയ്യണം? ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശയ്യായുടെ പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനം, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ കൈവശമുള്ള യേശു എൻ്റെ ജീവിതത്തിലുണ്ട്, എനിക്ക് വേണ്ടി അവൻ വഴി തുറക്കും, എനിക്ക് വേണ്ടി അവൻ വഴി തുറക്കും. ചില വ്യക്തികളൊക്കെ കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയാറുണ്ട്, അച്ഛാ, എൻ്റെ ജീവിതത്തെ വഴി മുടക്കി നിർത്തിയിരിക്കുന്നത് ഇന്ന വ്യക്തിയാണ്, ഇന്ന സംഭവമാണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പലപ്പോഴും പരാതി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ അങ്ങനെ പറയുന്നവരല്ലേ? എൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം പ്രാപിക്കാത്തതിന് കാരണം ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണച്ചാ, ഇങ്ങനെയൊക്കെ എൻ്റെ ബാല്യകാലത്ത് ഉണ്ടായതുകൊണ്ടാണച്ചാ. അങ്ങനെ നമ്മൾ ചുറ്റുവട്ടത്തുള്ള പലതിനെയും നമ്മൾ പരാതി പറയും. ചിലരൊക്കെ ചില വ്യക്തികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എൻ്റെ സ്വഭാവം ഇത്രയധികം മോശമാകാൻ കാരണം എൻ്റെ അമ്മയാണ്. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എന്നെ വേണ്ട വിധം സ്നേഹിച്ചിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ വഴി, മുമ്പോട്ടുള്ള വഴിയുടെ സാധ്യത മറ്റുള്ളവർക്ക് അടയ്ക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നാട്ടുകാർക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴി അടയ്ക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല പ്രിയപ്പെട്ടവരെ. നാട്ടുകാരല്ല, നിൻ്റെ പ്രിയപ്പെട്ടവരല്ല, നിൻ്റെ ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങളല്ല നിൻ്റെ വഴി തുറക്കുന്നതും അടയ്ക്കുന്നതും.
നിന്നെയും എന്നെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ് നമ്മുടെ വഴി തുറക്കുന്നതും അടയ്ക്കുന്നതും. ഇത് മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ ഒരു വ്യക്തിയെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതാരാന്നറിയാവോ? പഴയ നിയമത്തിലെ ജോസഫ്. ഒരു നല്ല വചനം ജോസഫിനെ കുറിച്ചുണ്ട്, അത് നമുക്കൊന്ന് വായിക്കാം. അത് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22, 23, 24. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 49 വേർഡ്സ് 22, 23, 24. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരിക്കുകയും ചെയ്തു. എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ, തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ജോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുക. പഴയ നിയമത്തിലെ ജോസഫ്. അപ്പോൾ ഒന്നാമത്തെ വചനം ജോസഫിനെ കുറിച്ചാണ്. എന്താ വചനം? നീരുറവയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. ഫലസമൃദ്ധമായ വൃക്ഷം. നിങ്ങൾ അങ്ങനെയുള്ള വൃക്ഷം കണ്ടിട്ടുണ്ടോ? നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന, ഫലസമൃദ്ധിയായിട്ട് നിൽക്കുന്ന വൃക്ഷം. ദാ ജോസഫിനെ കുറിച്ച് പറയുക. അങ്ങനെ ഒരു വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താ? നീരുറവയ്ക്കരികെ നിൽക്കുന്ന. നീരുറവയ്ക്കരികെ നിൽക്കുന്നു. അതിൻ്റെ സ്ഥാനമാണ് പ്രധാനപ്പെട്ടത്. നീരുറവയ്ക്കരികെ ദൈവത്തിൻ്റെ കൃപാചാലിനും ചേർന്ന് നിൽക്കുകയാണ് ജോസഫ്. എന്നിട്ട് അടുത്ത വചനം കൂടെ ശ്രദ്ധിച്ചോണേ. അതിൻ്റെ ശാഖകൾ മതിലിനു മീതെ പടർന്നു നിൽക്കുന്നു. മതിലിനു മീതെ. പല തടസ്സങ്ങളുണ്ട്. മതില് ഇതിങ്ങനെയുണ്ട്. എന്നാൽ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ജോസഫാവുന്ന വൃക്ഷം അതെന്താ എങ്ങനെ നിൽക്കുന്നത്? അതിൻ്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജോസഫിൻ്റെ ഒരു പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ് കാണിച്ചിരിക്കുന്നത്. ഒത്തിരി മതിലുകൾ അവൻ്റെ മുമ്പിലുണ്ട്. എന്നാൽ ആ മതിലിൻ്റെ മുകളിലാണ് അവൻ്റെ സ്ഥാനം. അവൻ നിൽക്കുന്നത് വെറുതെയുള്ള സ്ഥലത്തല്ല, നീരുറവയ്ക്കരികെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവൻ്റെ വ്യക്തിത്വം മനസ്സിലായില്ലേ? ജോസഫ് ഫലസമൃദ്ധമായി നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ എന്തൊരു ഭാഗ്യമാണ് ജോസഫ്, അല്ലേ? എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു സൗഭാഗ്യമാണ്. എന്നാൽ അടുത്ത വചനം ഒന്ന് വായിച്ചോണേ. തൊട്ടടുത്ത വചനം 23-ാം തിരുവചനം. വചനത്തിൽ ഇങ്ങനെയാണ്: വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. നമ്മൾ കണ്ട ഫലസമൃദ്ധമായ വൃക്ഷം, ഇതിൻ്റെ അവസ്ഥ എന്താ? വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരുക്കുകയും ചെയ്തു. ഇതിൻ്റെ അർത്ഥം എന്താ? ജോസഫിനെ കുറിച്ച് വായിച്ചു വരുമ്പോൾ നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? ജോസഫിൻ്റെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുക. എന്താണ് ജോസഫിൻ്റെ അവസ്ഥ? ജോസഫ് കുടുംബത്തിൽ ശാന്തനായി ജനിച്ചു വളർന്നു. എന്നാൽ അവൻ്റെ സഹോദരന്മാർക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. അവരെന്ത് ചെയ്തു? അവർ അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, കാട്ടുമൃഗങ്ങൾ കടിച്ചു തിന്നു. അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗ്നനായി അവനതാ കുഴിയിൽ, പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ഇനി ഏതെങ്കിലും വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിച്ചോട്ടെ, കൊന്നോട്ടെ, തീർന്നു അവൻ്റെ ചരിത്രം. സ്വന്തം സഹോദരന്മാർ അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. സ്വന്തം സഹോദരന്മാർ. എന്നെ കേൾക്കുന്ന ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ജോസഫിൻ്റെ അവസ്ഥയാണച്ചാ എൻ്റെ അവസ്ഥ. എന്താ കാര്യം? ജീവിതത്തിൽ രക്തബന്ധത്തിൽപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, കുടുംബത്തിലുള്ളവർ ഒരുപക്ഷെ നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ചിലരുടെയൊക്കെ ഉള്ളിൽ ശരിയാച്ചാ,
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തകർന്നിരിക്കുന്നതെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? പൊട്ടക്കിണറ്റിൽ സഹോദരന്മാർ തള്ളിയിട്ടെങ്കിലും ജോസഫിൻ്റെ ചരിത്രം അവിടെ അവസാനിച്ചോ? ജോസഫിൻ്റെ വഴിമുടക്കാൻ അവർക്കായോ? അവർക്കായില്ല പ്രിയപ്പെട്ടവരെ. പിന്നീട് നമ്മൾ വായിക്കുന്നു, ഈ ജോസഫിനെ അതാ അടിമച്ചന്തയിൽ കൊണ്ട് വിൽക്കുന്നു. പിന്നീട് പൊത്തിഫർ എന്ന് പറയുന്ന രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസൻ ആ പൊത്തിഫറിൻ്റെ വീട്ടിൽ ജോലിക്ക് വേണ്ടി ചെല്ലുന്നു. പൊത്തിഫറിൻ്റെ ഭാര്യ ഇവൻ്റെ കൂടെ ശയിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. പൊത്തിഫറിൻ്റെ ഭാര്യ ഇവന് നേരെ ഒത്തിരിയേറെ കുറ്റാരോപണങ്ങൾ നടത്തുന്നു, ജയിലിലടയ്ക്കുന്നു. അതുകൊണ്ട് വല്ലതും ഈ ജോസഫിൻ്റെ വഴിമുടക്കാൻ പറ്റിയോ? വഴിമുടക്കാൻ പറ്റിയോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ജോസഫിനെ ധ്യാനിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലും കുറേ സമാനമായ അനുഭവങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ടാകും. അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സഹിക്കുന്നത്, ഞാൻ ഈ പ്രതിസന്ധിയിലായിരിക്കുന്നത്, അല്ലേ? അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ പറഞ്ഞു, ഞാൻ ആ ഇൻ്റർവ്യൂവിന് എല്ലാം ശരിയായതാണ്, പക്ഷേ ഇതുമാത്രം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ 100,000 തടസ്സങ്ങൾ നമ്മൾ പറയും. വചനം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചണം. ഏതാ വചനം? അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. നിന്റെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ വഴി നിശ്ചയിക്കുന്നത് നാട്ടുകാരോ വീട്ടുകാരോ നിന്റെ ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങളോ അല്ല, മറിച്ച് സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവം. ഇത് മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ വായിച്ച വചനത്തിന് തൊട്ടടുത്ത വചനം കൂടെ വായിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം അതിൻ്റെ 24 തിരുവചനം ഇങ്ങനെയാണ്: എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു. ആരുടെയാ? ജോസഫിൻ്റെത്. യാക്കോബിൻ്റെ ശക്തനായ ദൈവം, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് ജോസഫിൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവവചനം വിശ്വസിക്കുകയും അതിലാശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന സംരക്ഷണം. പ്രതിസന്ധികളുണ്ടാവും. നാട്ടുകാരും വീട്ടുകാരൊക്കെ പലതരത്തിൽ നിന്നെ ആക്ഷേപിക്കും, നശിപ്പിക്കാൻ ശ്രമിക്കും, ഒക്കെ സംഭവിക്കും. പക്ഷേ ദൈവത്തിൻ്റെ കരം നിൻ്റെ മേലുണ്ടാവും. വചനം അങ്ങനെ പറഞ്ഞ്, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ കൈകളെ ശക്തിപ്പെടുത്തി. നമ്മുടെ കൈകളെ ശക്തിപ്പെടുത്തുന്നത്, നമ്മുടെ വഴികൾ തുറക്കുന്നതും അടയ്ക്കുന്നതും സർവശക്തനായ ദൈവമാണ്. സർവശക്തനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് വിശ്വസിക്കാം. മറ്റുള്ളവരല്ല നമ്മുടെ ജീവിത ചരിത്രം എഴുതേണ്ടത്, ഒരിക്കലും പാടില്ല. മറിച്ച് സർവശക്തനായ ദൈവം ആഗ്രഹിച്ച വഴിയെ സഞ്ചരിക്കുക, ദൈവത്തോട് ആലോചന ചോദിക്കുക, എങ്ങനെയാ മുന്നോട്ട് നീങ്ങേണ്ടതെന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുക. അപ്പം ഞാൻ ചോദിക്കട്ടെ, അതായത് നമ്മൾ വഴി ചോദിക്കാറുണ്ട്. ഒരു സ്ഥലത്ത് ചെന്ന് ഒരു വീട്ടിൽ ചെല്ലണം, ഒരാളെ കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ജംഗ്ഷനിൽ നിൽക്കുന്ന ആരോടെങ്കിലും വഴി ചോദിക്കും. മനുഷ്യരോട് നമ്മൾ വഴി ചോദിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? അവർ കൃത്യമായിട്ടൊക്കെ പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുക. ചില സ്ഥലത്തൊക്കെ ചിലപ്പം പറ്റിക്കും. എന്നാലും പൊതുവെ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് പോകണം, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ലെഫ്റ്റ് പോകണം, അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു വളവുണ്ട്, അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ വീട്, അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായ റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുക്കും. കൃത്യമായ റൂട്ട് മാപ്പ്. പ്രത്യേകിച്ച് കൊറോണ കാലത്തൊക്കെ പലർക്കും ഈ റൂട്ട് മാപ്പ് നല്ല പരിചയമാണല്ലോ. അപ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. റൈറ്റ് ലെഫ്റ്റ് വളവ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. ഇനി നമ്മൾ ചിന്തിച്ചേ, ദൈവത്തോട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുറിച്ച് ഒരു വഴിയെക്കുറിച്ച് ചോദിച്ചാൽ ദൈവം എന്തു പറയും? ദൈവം എല്ലാം അങ്ങോട്ട് തുറന്നു പറയുമോ? എടാ, നിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി ഒരു 5 വർഷം ഇങ്ങനെ ജീവിക്കും, അതിനുശേഷം അങ്ങനെ ഉണ്ടാവും, അതിനുശേഷം ആ പ്രതിസന്ധി ഉണ്ടാവും, അതിനുശേഷം ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ പോയിട്ട് നീ മരിക്കും, അങ്ങനെയാണോ പറയുന്നത്? ഒരിക്കലും ദൈവം നമ്മുടെ മുമ്പിൽ അപ്രകാരം ജീവിതത്തിൻ്റെ ഇത് എൻ്റയർ പിക്ചർ നൽകുന്നില്ല. മറിച്ച് നമുക്കാവശ്യമായ വെളിച്ചം, നമുക്കാവശ്യമായ കൃപ, ആവശ്യമായത് മാത്രമേ നമ്മുടെ മുമ്പിൽ ആ നിമിഷം ദൈവം നൽകുകയുള്ളൂ. ബാക്കിയൊക്കെ പിന്നീട് ദൈവം വെളിപ്പെടുത്തി നൽകും.
ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സമാധാനം ലഭിക്കും. കഴിഞ്ഞ ദിവസം ഒരു മകനെയും കൊണ്ടിട്ട് ഒരു അപ്പനും അമ്മയും കൂടെ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ അവനെ ഒരു കോളേജിൽ ചേർക്കണം. അപ്പം പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ട് എന്നോട് പറയണത്, അച്ഛാ അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേ, എന്നിട്ട് പറഞ്ഞേ ഇവൻ ഈ കോളേജിൽ പഠിച്ചാൽ എങ്ങനെയാകും, അവൻ ഈ കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവൻ എന്താണ് അടുത്തത് പഠിക്കേണ്ടത്, അച്ഛാ പഠിച്ചു കഴിഞ്ഞാൽ ഇവന് ജോലി കിട്ടുമോ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ എന്തായി തീരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന 20 വയസ്സ് പ്രായമുള്ള ആ മകൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയണത്, അച്ഛനൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടൊന്ന് പറഞ്ഞേ എന്തൊക്കെ സംഭവിക്കും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവന് ആവശ്യമായത് ദൈവം പ്രദാനം ചെയ്യുന്നു. അതല്ല, മറിച്ച് നാളെ എന്ത് സംഭവിക്കും, അടുത്ത വർഷം 10 വർഷം കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ പറഞ്ഞു, ശക്തിയില്ല അച്ഛൻ, ഇങ്ങനെയല്ല അച്ഛാ പറയേണ്ടത്, അച്ഛൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെളിപ്പെടുത്തി കിട്ടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ദൈവം അങ്ങനെ മരണം വരെയുള്ള കാര്യങ്ങളാണോ പറയുന്നത്? അല്ല, മറിച്ച് നിനക്ക് ഇന്ന് എങ്ങനെ മുന്നോട്ട് നീങ്ങണം, നിനക്കാവശ്യമുള്ള പ്രകാശം. ഇപ്പോൾ ഉദാഹരണത്തിന് നീ ഒരു സ്റ്റെപ്പ് താഴത്തോട്ട് ഇറങ്ങി വരുവാണ്, നല്ല ഇരുട്ടാണെന്ന് കരുതുക. ദൈവം എന്ത് ചെയ്യും? നിനക്കൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പിനുള്ള ടോർച്ച് അടിച്ച് പ്രകാശം നൽകും. അതിനുശേഷമുള്ളത് നീ ആ സ്റ്റെപ്പിൽ ചവിട്ടി വരുമ്പോൾ പിന്നീട് ദൈവം നിനക്ക് നൽകും. ഓരോ ചുവടുവയ്പ്പിലും ആവശ്യമായത് നൽകും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തോടാണ് വഴി ചോദിക്കുന്നതെങ്കിൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയോ? ദൈവം വഴി പറഞ്ഞു തരികയല്ല, മറിച്ച് ദൈവം നമ്മുടെ മുമ്പേ പോകും. ഇത് മനസ്സിലാക്കാൻ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയുടെ ജീവിത അവസ്ഥ നോക്കിയാൽ മതി. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ 40-ാം അധ്യായം, അതായത് പുറപ്പാടിൻ്റെ അവസാന അധ്യായമാണല്ലോ 40-ാം അധ്യായം. 40-ാം അധ്യായം അതിൻ്റെ 36, 37, 38. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 40 വേർഡ്സ് 36, 37, 38. ഇത് വായിച്ചാൽ ഈ കാര്യം മനസ്സിലാകും. വചനം ഇങ്ങനെയാണ്: മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. എന്താ വചനം? മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. അപ്പോൾ അവർ 40 വർഷത്തെ ഇസ്രായേൽ യാത്ര, ദൈവജനത്തിൻ്റെ യാത്ര എങ്ങോട്ടേക്കുള്ളത്? കാനാൻ ദേശത്തേക്ക്. അപ്പോൾ യാത്ര ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞോ, അതായത് നിങ്ങളിങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കഴിയുമ്പോൾ ചെങ്കടൽ വരും പറഞ്ഞോ, നിങ്ങൾക്ക് ദാഹജലം കിട്ടാതെ വരും പറഞ്ഞോ, നിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടാകും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. മറിച്ച് ദൈവം എന്ത് ചെയ്തു? ദൈവം അവരുടെ മുമ്പേ സഞ്ചരിച്ചു. അവർക്ക് കൃത്യമായ വെളിച്ചം നൽകിക്കൊണ്ട് ദൈവം അവരുടെ മുമ്പേ സഞ്ചരിച്ചു. രാത്രിയിൽ അഗ്നിസ്തംഭം, പകൽ മേഘസ്തംഭം. വചനം പറയുന്നു, മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. അവരത്ര നേരം കാത്തിരിക്കും. എന്തിനാ? ദൈവം പറയുന്നതനുസരിച്ച് ഓരോ ചുവടും വയ്ക്കുക. തൊട്ടടുത്ത വചനം, മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. അവരവിടെ കാത്തിരിക്കും. ആര് പറയുന്നത് വരെ? ദൈവം പറയുന്നത് വരെ. അടുത്ത വചനം, കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു, രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. അങ്ങനെയാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ വചനം. കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തോട് വഴി ചോദിക്കുമ്പോൾ ദൈവം പറയുന്നത് എങ്ങനെയാ? ഓരോ ഘട്ടത്തിലും ആവശ്യമായത് ദൈവം പ്രദാനം ചെയ്യും. ആവശ്യമായത് ഇന്നെന്തു വേണം, അത് ദൈവം നിനക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യും. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്കാവശ്യമായത് ദൈവം പ്രദാനം ചെയ്യും. ഓരോ ഘട്ടത്തിലും ആവശ്യമായത് ദൈവത്തിൽ ആശ്രയിക്കുക. കാരണം ഇത് കൃത്യമായി യെശയ്യാ പ്രവാചകനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നു. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ
അവൻ്റെ കൈവശമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള വഴി തുറക്കാൻ, ഇതാ ചില കാര്യങ്ങൾ അടയ്ക്കാനുള്ള താക്കോൽ അവൻ്റെ കയ്യിലുണ്ട്. അവനിൽ ആശ്രയിക്കുക. നമ്മുടെ ബുദ്ധിയല്ല, നാട്ടുകാർ പറയുന്നതല്ല, വീട്ടുകാർ പറയുന്നതല്ല, ലോകം പഠിപ്പിക്കുന്നതല്ല, മറിച്ച് ദൈവം പറയുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനം വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല. അവനടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല. ഈ വലിയ അഭിഷേകം ഈ ശുശ്രൂഷയുടെ സമയത്ത് മാത്രമല്ല, ഇനിയുള്ള നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ചോദിച്ചു വാങ്ങാം. ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.